സംസ്ഥാനത്ത് MDMA കുക്കിംഗ് ലാബുകൾ കണ്ടെത്തി എക്സൈസ് എന്നതാണ് വാർത്ത. ബാംഗ്ലൂർ, നോയിഡ, ഗോവ എന്നിവിടങ്ങളിലാണ് MDMA ഉൽപ്പാദിപ്പിക്കുന്ന ലാബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി എന്നിവ ഉപയോഗിച്ചാണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് എന്ന വിവരവും ലഭിച്ചിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എക്സൈസ് വകുപ്പിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുരാഗ്, ഈ MDMA ഉൽപ്പാദനം എവിടെ നടക്കുന്നു, അത് കണ്ടെത്തണം എന്നതായിരുന്നു എല്ലാവരും ആവർത്തിച്ചാവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ കാര്യത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എക്സൈസ് വകുപ്പ് കടന്നിരിക്കുന്നു എന്നാണോ? തീർച്ചയായും ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് എത്തിയിരിക്കുന്നത്. രാജ്യത്ത് പ്രധാനമായും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക, ഉത്തർപ്രദേശ്, ഗോവ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതാണ് എക്സൈസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കർണാടകത്തിലെ ബാംഗ്ലൂർ, ഉത്തർപ്രദേശിലെ നോയിഡ, ഗോവയിലെ ചെറുതും വലുതുമായ നിരവധി ലാബുകളിൽ ഈ മാരക രാസലഹരികൾ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ നഗരത്തോട് ചേർന്നുള്ള ജനസാന്ദ്രത കുറഞ്ഞ റെസിഡൻസ് ഏരിയകളിൽ വീടുകളൊക്കെയും വാടകയ്ക്കെടുത്ത് ഇവ നിർമ്മിക്കുന്നു. അവിടെയാണ് ഈ കുക്കിംഗ് ലാബുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് നൈജീരിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അവർ ഈ MDMA നിർമ്മാണത്തിൽ പങ്കാളികളാവുന്നുണ്ട്. അതിനൊപ്പം മലയാളി യുവാക്കൾ, അതായത് പല ഇടങ്ങളിൽ ഈ പഠിക്കാനും അതുപോലെ ജോലിക്കായും പോകുന്ന മലയാളി യുവാക്കൾ കൂടി ഇത് കണ്ണുകളിൽ ഉണ്ട് എന്നുള്ളതാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ സംസ്ഥാനങ്ങളിലെ എക്സൈസുമായോ അല്ലെങ്കിൽ പോലീസുമായോ ബന്ധപ്പെടുമ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. അത് ഉന്നത രാഷ്ട്രീയ ബന്ധമാവാം, അല്ലെങ്കിൽ പണം കൊടുത്താകാം. വലിയ തുക തന്നെ നൽകി ഈ കേസുകൾ അട്ടിമറിക്കുന്ന സംഭവം വരെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ ഈ നിർമ്മാണ കേന്ദ്രങ്ങൾ, കുക്കിംഗ് ലാബുകൾ തകർക്കുന്നതിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. എന്തായാലും ഈ MDMA നിർമ്മിക്കുന്ന പ്രദേശങ്ങളെല്ലാം മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ എക്സൈസ് വകുപ്പ്? അല്ലെങ്കിൽ അങ്ങനെ ഇത് പ്രവർത്തിക്കുന്ന മേഖലകളിലെ പോലീസുമായിട്ടോ ഒക്കെ എക്സൈസുമായിട്ടോ ഒക്കെ ചേർന്നുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? എന്താണ് അതേക്കുറിച്ച് ലഭിക്കുന്ന വിശദീകരണം? എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള കുക്കിംഗ് ലാബുകൾ ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തേക്ക് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ പിന്നിലുള്ള കാര്യം. അങ്ങനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഇത് ഈ തരത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് എന്ന് കണ്ടെത്തുന്നത്. അവിടെയുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ അർഷൻ സൂചിപ്പിച്ചതുപോലെ ഇത് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിലേക്ക് മാത്രമല്ല, ഒരു സ്ഥലത്തേക്കും ഈ രാസലഹരികൾ എത്തരുത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ കുക്കിംഗ് ലാബുകൾ തകർക്കേണ്ടതുണ്ട്, വേരോടെ തന്നെ പിഴുതെറിയേണ്ടതുണ്ട്. അതിനെന്ത് നടപടി സ്വീകരിക്കാനാകും എന്നുള്ളതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇത് അതാത് സംസ്ഥാനങ്ങളിലെ തന്നെ പോലീസിനെയോ എക്സൈസിനെയോ വിവരം അറിയിക്കുക, അവർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. പക്ഷേ അങ്ങനെ വിവരം അറിയിക്കുമ്പോഴും അവർ കൂടി ഇതിൽ കണ്ണികളാകുന്ന സാഹചര്യമാണ് നിർഭാഗ്യകരം. അവർ ഉന്നത രാഷ്ട്രീയ ബന്ധമാകാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിലേക്ക് ഇടപെടുമ്പോൾ അത് വലിയ തുക തന്നെ, ഇവർക്ക് ഇത്തരത്തിലുള്ള രാസലഹരികൾ വിൽക്കുമ്പോൾ വലിയ തുകയാണ് ലഭിക്കുന്നത്. അതിന്റെ ഒരു പങ്ക് മാത്രം, അതിന്റെ ഒരു അംശം മാത്രം ഇവർക്ക് നൽകിയാൽ ഇത് കേസിൽ നിന്ന് ഊരിപ്പോകാം, അല്ലെങ്കിൽ ഇതിന്റെ നിഴലിൽ പോലും തൊടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ട്. അതാണ് ഇതിൽ നിർഭാഗ്യവശം. എന്തായാലും ഇതിൽ കൂടുതൽ എങ്ങനെ ഇടപെടാനാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ പോലീസും എക്സൈസും ഒക്കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉറവിടം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇത് കടത്തി അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്താതിരിക്കുക എന്നുള്ള നടപടി മാത്രമാണ് നമുക്ക് ഇവിടെ സ്വീകരിക്കാൻ കഴിയുക. അതിനുള്ള ഊർജിതമായ നടപടികൾ എന്തായാലും സംസ്ഥാനം സ്വീകരിച്ചു വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എവിടെ നിന്നാണ് MDMA എത്തുന്നത്, എവിടെയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം എക്സൈസ് വകുപ്പിന് ലഭിച്ചിരിക്കുന്നു. കേരളത്തിലല്ല ഇതൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന വിവരം കൂടിയാണ് എക്സൈസ് വകുപ്പ് നൽകുന്നത്.